ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം പുതിയ വീഡിയോ കിട്ടിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തമ്പനയിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് വരാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നൊരു നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പം വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഗാലറിയിൽ. അപ്പോൾ ഞാൻ ഇന്ന് അത് വോയിസൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പർച്ചേസിങ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ലുലുവിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ രാത്രിത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നതാണ്. കുറേ ബേക്കറി ഐറ്റംസും പിന്നെ നമ്മൾ വീട്ടിൽ അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ആഴ്ച ഞാൻ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാര്യം ചെറിയൊരു സർജറി കൊണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പോയിട്ട് ചെറുതൊക്കെ ആയിരിക്കും, ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, ഒരു 1-2 ദിവസത്തെ റെസ്റ്റും കാര്യങ്ങളും പിന്നെ സൗണ്ടിനൊക്കെ ബാധിക്കുന്നൊന്നും ഒട്ടും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പം പോയിട്ട് സർജറി കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച പിന്നെ ഒരാഴ്ച റെസ്റ്റ്, പിന്നെ സംസാരിക്കാൻ പറ്റാത്ത സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂക്കിൽ ചെറിയൊരു വളവും പിന്നെ ഒരു ചെറിയൊരു ചതയൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റിയതിൻ്റെ സർജറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി അൽഹംദുലില്ലാ ഇപ്പോൾ ഓക്കെ വരുന്നു. റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി 2 ആഴ്ചയും കൂടെ കുറച്ചും കൂടെ ഒന്ന് സൂക്ഷിക്കാൻ പറ്റും. കിച്ചണിലോട്ട് കയറാം, പക്ഷേ എങ്കിലും മാസ്കൊക്കെ വെച്ചിട്ട് വേണം നമ്മുടെ ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും അധികം പണിയെടുക്കേണ്ടതാണ് ഡോക്ടർ പറഞ്ഞത്. കുഴപ്പമില്ല, ചെറിയൊരു റെസ്റ്റ്. ആദ്യത്തിൻ്റെ അത്ര റെസ്റ്റില്ല. പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചൊക്കെയായിരുന്നു പോയത്. പക്ഷേ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു മക്കളെ, വിചാരിച്ച പോലെ അല്ലായിരുന്നു. നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്കിപ്പോഴാണൊന്ന് വോയിസ് കൊടുക്കാനായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നത്. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഈ ഒരു വീഡിയോ എന്നെ ഒന്ന് വോയിസ് കൊടുത്തിട്ട് ഇടാന്നേ. പിന്നെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് വീഡിയോ ഒക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ വിചാരിച്ചു ഒരു സാമ്പാറൊക്കെ തയ്യാറാക്കി എടുക്കാമെന്ന്. കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ രാവിലെ ഞാൻ എല്ലാം പതുക്കെയാണ് തയ്യാറാക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചടപടയെന്നൊക്കെ ആയിരിക്കുമല്ലോ രാവിലത്തെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഒരു സാമ്പാർക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാമ്പാർ പരിപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ സാമ്പാർ പരിപ്പ് വാങ്ങിയതൊന്ന് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചൊന്ന് ബോർഡിലോട്ടൊന്ന് ഇട്ട് വെക്കുന്നുണ്ടേ. ഈ വീഡിയോ ഞാൻ സർജറിക്ക് മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പം വോയിസ് കൊടുക്കാൻ പറ്റാത്തതൊട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടാത്തത്. വീഡിയോ ഇട്ടെങ്കിലും അത് പഴയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ ഓൾറെഡി ഇട്ട വീഡിയോ ആണ് വീണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ദിവസം ഞാൻ ഇട്ട വീഡിയോ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വോയിസൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് വോയിസ് കൊടുത്തിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് സാമ്പാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം സാമ്പാർ പരിപ്പ്, 1/2 കപ്പോ 3/4 കപ്പോ എടുക്കാം. അപ്പോൾ ഞാൻ ഒരു 3/4 കപ്പോളം സാമ്പാർ പരിപ്പ് എടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലൊന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഈ ടൈമിലൊക്കെ എനിക്ക് ഒട്ടും വയ്യാതെ നിൽക്കായിരുന്നു കേട്ടോ. ഒരു തലവേദനയായിരുന്നു മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ. തലവേദന നല്ല രീതിയിൽ തലവേദന ഉണ്ടായിരുന്നു. ഒരു കുത്തുന്ന പോലത്തെ ഒരു തലവേദനയായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഞാൻ ആ ഒരു സാമ്പാർ പരിപ്പിലോട്ട് കുറച്ച് ഉപ്പും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്ന സമയത്ത് ചേർത്താലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ഓൾറെഡി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് 2-3 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ ഒരൊറ്റ വിസിൽ കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതിയാകും. തന്നെ ആ ഒരു പ്രഷറിൽ ഇരുന്നിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും. പിന്നെ നമ്മൾ മെയിനായിട്ട് ഒരു സാമ്പാറിന് ഉലുവ പൊടി ചേർക്കാറുണ്ടല്ലോ. അപ്പം ഉലുവ പൊടി തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതൊന്ന് വറക്കാനായിട്ടൊന്ന് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പച്ചക്കറിക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുറച്ച് ഓയിൽ തീർന്നതാണ് കേട്ടോ, സംഭവം വെളിച്ചെണ്ണ തീർന്നതാണ്. അപ്പോൾ ഞാൻ ഉള്ളത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഒരു 3 തക്കാളിയും ഒരു ചെറിയൊരു സവാളയും പിന്നെ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളും ഇനി അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സവാളയും തക്കാളിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇതിനിടയ്ക്ക് കുക്കറിൽ നിന്ന് പ്രഷറൊക്കെ പോയിട്ട് ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ പ്രഷറൊന്ന് പോയതിന് ശേഷം ഞാൻ അടപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചു. തക്കാളിയും ഒരു സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെന്ത് വന്നിട്ടുള്ള ഒരു പച്ചക്കറി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെന്ന് അറിയാമോ, ഒരു സ്ലോ കുക്കിംഗ് അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പതിയെ നമ്മളൊന്ന് കുക്കറിലല്ലാതെ ജസ്റ്റ് ഒന്നൊരു പോട്ടിലൊന്ന് ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കാം. അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറാണല്ലോ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ. ഇത് ഇൻഡസ് വാലിയുടെയാണ്. അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവം.
അത്യാവശ്യം നന്നായിട്ട് ഞാൻ ചോറ് വെച്ചു, ഇതിൻ്റെ അകത്ത് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സാമ്പാർ വയ്ക്കുന്നേ നല്ലതായിരുന്നു. നമ്മൾ നല്ലതെന്ന് തന്നെ പറയണമല്ലോ, കൊള്ളാത്ത നമുക്ക് കൊള്ളൂല എന്നും പറയും. ഇത് അത്യാവശ്യം നല്ലതാണ്. ഇതിപ്പോൾ നമുക്ക് ഇളകി പോരാനായിട്ടൊന്നുമില്ല. സാറിന് നോൺ സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ നല്ല പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല ചിലത് നമ്മളെപ്പോഴും നല്ല ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കുറേ കാലം ഉപയോഗിക്കാം. പിന്നെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് വെള്ളരിക്കയും പടവലങ്ങ, ക്യാരറ്റ്, പിന്നെ കുറച്ച് സംഭവം ഉണ്ടല്ലോ, മുരിങ്ങക്കായ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. അതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ കത്തിരിക്ക, പിന്നെ അതുപോലെ തന്നെ മത്തനുണ്ടല്ലോ, പീണിക്ക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാറുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ പൊതുവേ സാമ്പാർ വയ്ക്കുമ്പോൾ ഇത്രയും പച്ചക്കറികൾ മാത്രം വെച്ചിട്ടാണ് കൂടുതലും ഞാൻ സാമ്പാർ തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ എക്സ്ട്രാ ഇനി വെണ്ടയ്ക്കയും കൂടെ വഴറ്റി ചേർത്ത് കൊടുക്കും. അപ്പം ഇത്രയും പച്ചക്കറി, വെണ്ടയ്ക്ക നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇത്രയും പച്ചക്കറി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം. ഒരു കുഞ്ഞ് പീസ് കേട്ടോ, ഒരുപാട് പുളിയൊന്നും ഒഴിക്കരുത് സാമ്പാറിന്. പുളിയുടെ ടേസ്റ്റ് അത്ര നല്ലതല്ല സാമ്പാറിന്. ഒരുപാട് ആവശ്യത്തിന് മതി. ജസ്റ്റ് ചെറുതായിട്ടൊരു പുളിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച്, നാരങ്ങ വലിപ്പമൊന്നും നെല്ലിങ്ങ വലിപ്പമൊന്നും പറയാനില്ല, അതിനേക്കാളും താഴെ അത്രയ്ക്ക് ചെറിയൊരു പീസ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് ഞാൻ സോക്ക് ചെയ്തിട്ടൊന്ന് പിഴിഞ്ഞ് അതൊന്ന് അരിച്ച് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ നമ്മുടെ സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ കുറച്ചൊന്ന് ചൂടാക്കാൻ വെച്ചതായിരുന്നു കേട്ടോ കുക്കറിൽ. അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതാ ഒരു പോട്ടിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ എന്തായാലും ഒന്ന് എന്ത് വരട്ടെ. ഇപ്പോൾ ഈ ഒരു ഗ്യാസിൻ്റെ കിട്ടാനില്ലാത്ത ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കുക്കറിലിട്ട് ഒരൊറ്റ വിസിൽ കൊടുത്താൽ മതിയാകും, സാമ്പാർ റെഡിയായി കിട്ടും. പിന്നെ ഇതൊക്കെ എന്തോ ഒരു അഹങ്കാരമല്ല, അത് പിന്നെ എന്താ. പിന്നെ അതാ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പീസ് കട്ടക്കായം നമ്മൾ ആ ഒരു പച്ചക്കറി ചേർക്കുന്ന സമയത്ത് തന്നെ ചേർക്കണേ. ഈ ഒരു ടൈമിലേക്ക് കൊണ്ട് ചേർത്താലേ ചിലപ്പോൾ അത് അലിഞ്ഞ് ചേരണമെന്നില്ല. അത് ചിലപ്പോൾ നമ്മൾ അവസാനം ഇഡ്ഡലിയിൽ നമ്മൾ സാമ്പാർ കോരി ഒഴിക്കുന്ന സമയത്ത് ആ ജസ്റ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് അത് അങ്ങനെ കിടക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ആ ഒരു കട്ടക്കായൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ അത് വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് റെഡിയായി വരട്ടെ ഒരു പച്ചക്കറിയൊക്കെ. ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി ആ ഒരു വെണ്ടയ്ക്കയും മറ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കാണ്, ഒരു 4-5 കഷ്ണം വെണ്ടയ്ക്ക എടുക്കാം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മല്ലിയില ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മളിത് അവസാനം ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു വെണ്ടയ്ക്ക ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പല രീതിയിൽ വെക്കാറുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഒരുമിച്ചിട്ട് അങ്ങനെയും കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാറുണ്ട്. അല്ലെങ്കിൽ കുക്കറിൽ ആദ്യം നമ്മൾ പച്ചക്കറി എല്ലാം പരിപ്പെല്ലാം കൂടെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യും. പല രീതിയിൽ തയ്യാറാക്കി എടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതാ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വേണ്ട, 1 ടീസ്പൂൺ മതി കേട്ടോ മുളക് പൊടി. കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ തന്നെ, 1 ടീസ്പൂണല്ല 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും, കുറച്ച് ചെറിയ ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും എനിക്ക് ഒരു സാമ്പാറിലെ ആ ഒരു ചെറിയ ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർത്തെടുക്കാറുണ്ട്. പൊടി ഉണ്ടെങ്കിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവനും അങ്ങ് ചേർത്ത് കൊടുത്തതാണ്. അപ്പം അത്രയും കൂടെ ആ ഒരു പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നമ്മുടെ പൊടി കരിയണതിന് മുന്നേ തന്നെ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ച് ആ ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൂട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം നമ്മൾ പല രീതിയിൽ നമ്മൾ സാമ്പാർ തയ്യാറാക്കി എടുക്കുമെങ്കിലും ഓരോ ദിവസം ഉണ്ടാക്കുമ്പോൾ ഓരോ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെറൈറ്റി ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഏത് കൊള്ളാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ഉണ്ടാക്കിയപ്പോൾ വലിയ തിരക്കേടില്ലാത്ത അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാമ്പാർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് തിളപ്പിച്ചൊന്ന് എടുക്കുന്നുണ്ടേ. നടും എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൂട്ട് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കും. പച്ചക്കറിയൊക്കെ ഇവിടെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വേവിക്കുന്ന സമയത്തെ ആ ഒരു മുരിങ്ങക്കായ ഒന്നും ഉടഞ്ഞു പോകാതെ പാകത്തിന് വെന്ത് കിട്ടും. ഇതായി ഒരു മസാലക്കൂട്ട് നമുക്കിനി ഒരു സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടേ ആ ഒരു പാൻ കഴുകിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിന് ആവശ്യത്തിന് വെള്ളം കൂടുതലാണെങ്കിൽ അത്രയും ചേർക്കണ്ട കേട്ടോ, ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ തീരെ ലൂസ് ആവാനും പാടില്ല. ആ ഒരു പാകത്തിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമുക്ക് ഈ ഒരു താളിക്കുന്ന സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ജീരകവും കുറച്ച് ഉലുവയൊക്കെ ചേർത്തിട്ട് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനതിപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ വേണ്ടത്. കുറച്ചൊരു 5-6-7 ചെറിയ ഉള്ളി എടുത്തിട്ടൊന്ന്
തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയതിന് ശേഷം വട്ടത്തിലൊന്ന് മുറിച്ച് വെച്ചതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിനി സാമ്പാറിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ആ ഒരു പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണേ. നമ്മൾ സാമ്പാർ പൊടിയാണ്, നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് വയ്ക്കുന്ന സാമ്പാർ പൊടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പാർ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതിയാകും. അപ്പോൾ അതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ഉള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് കളർ മാറി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു തട്ട് കൗണ്ടല്ല, നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, പറയാൻ മറന്നുപോയി. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ്, ഹോക്കിൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. അതെ, കുഴപ്പമില്ല, ഒരുവിധം കുഴപ്പമില്ല. അത്ര ഭയങ്കര സംഭവമാണെന്നൊന്നും പറയാനില്ല, എങ്കിലും ഓക്കെ ആയിട്ട്. അപ്പോൾ അതാ ആ ഒരു ഉള്ളി എല്ലാം ഒന്ന് താളിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ ഫൈനൽ കഴിഞ്ഞു, എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മണവും രുചിയും ഒക്കെ ഉള്ളൊരു സാമ്പാർ തന്നെയാണ്. ദോശയ്ക്ക് ഇഡലിക്കൊക്കെ സൂപ്പറാണ് കേട്ടോ, ചോറിനും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു സാമ്പാർ. അപ്പോൾ അതാ നമ്മൾ പതിയെ വേവിച്ചെടുത്തിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ അങ്ങ് കുക്കറിൽ ഒരു 5-6 മിനിറ്റ് തീരേണ്ട സംഭവമാണ്. ഞാൻ ഇത്രയും സമയമായിട്ട് വേവിച്ച് എടുത്തു. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ കുക്കറിൽ നമ്മൾ പെട്ടെന്ന് വേവിക്കുന്നതിനും പതിയെ വേവിക്കുന്നതിനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം രുചിയൊക്കെ എന്തായിരുന്നാലും ഉണ്ട് കേട്ടോ ഈ ഒരു സാമ്പാറിനും. അപ്പോൾ സാമ്പാർ റെഡിയായ സ്ഥിതിക്ക് നമുക്കിനി ദോശയും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. എൻ്റെ മൂത്ത പുത്രൻ ഇഡ്ഡലി കഴിക്കില്ല, അപ്പോൾ അവന് വേണ്ടി എപ്പോഴും ഞാൻ നെയ് റോസ്റ്റ് അല്ലെങ്കിൽ സാധാരണ ദോശ ഉണ്ടാക്കി കൊടുക്കാനാട്ടോ പതിവ്. അപ്പോൾ ഇന്നിപ്പം എല്ലാവർക്കും നെയ്ദോശ തന്നെയാണ്. അപ്പം ഞാൻ നമ്മുടെ ചട്ടി, ഏത് കമ്പനിയാണെന്നൊന്നും എനിക്കറിയണ്ട, മുന്നേ എപ്പോഴോ ലുലുന്ന് അങ്ങോട്ട് വാങ്ങിച്ചതാണേ. ഞാനൊന്ന് ചൂടാക്കി എടുത്തു. നന്നായിട്ട് ചൂടായി പോയതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് മുകളിലോട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് തലേദിവസം തന്നെ അരച്ച് വെച്ചതാണ്. ഞാൻ ഗ്രൈൻഡറിൽ അരച്ച് വെച്ചതാണ് കേട്ടോ ഈ ഒരു മാവ്. അപ്പോൾ ഞാൻ അത് ഒന്ന് പരത്തി ഒന്ന് എടുക്കുന്നുണ്ടേ. മാവ് കോരി വെച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുത്താൽ മതിയാകും. ഫ്ലെയിം ഈ ഒരു ടൈമിൽ ചട്ടിക്ക് ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പരത്തുന്നതിനോടൊപ്പം ആ ഒരു തവിയുടെ കൂടെ തന്നെ മാവും കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ചൂട് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പരത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതനുസരിച്ചൊന്ന് റെഡിയാക്കിയാൽ മതിയാകും. അപ്പോൾ അതൊന്ന് കുക്കായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ ഇരിക്കുന്നുണ്ട്, എനിക്ക് കയ്യിലെടുത്ത് പിടിക്കാൻ പാടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് സ്പൂൺ കൊണ്ടൊന്ന് ഇതിലേക്കൊന്ന് നല്ലോണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിള്ളേർക്ക് കുറച്ച് നെയ്യൊക്കെ കൂടുതൽ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ടുള്ള ദോശ ചപ്പാത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം, എങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മറിച്ചിടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയാൽ മതിയാകും. ഇനി ഒരു ചട്ടി എടുത്തിട്ട് കുറച്ച് നാളായി കേട്ടോ, കുഴപ്പമില്ല, ഇളകും, പ്രശ്നമില്ല. നോൺ സ്റ്റിക്കിൻ്റെ തന്നെയാണ്. എല്ലാം മൊരിഞ്ഞ നെയ് ദോശ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഇനി നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി. ദോശ റെഡി. സെക്കൻഡ് ദോശ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചട്ടിക്ക് ചൂട് ഇങ്ങനെ നല്ലോണം കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടൊന്ന് ക്രമീകരിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ മാവ് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് പോരാതെ നല്ല കറക്റ്റായിട്ട് ചെയ്യപ്പെട്ട് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ചമ്മന്തി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള സാമ്പാർ. പിന്നെ ഈ ഞാൻ ഗ്രൈൻഡറിൽ അരച്ചെടുത്തുണ്ട്. 3 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നും 2 കപ്പ് ചോറൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. മിക്സിയിലാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്, 1.5 കപ്പോളം 1 കപ്പോളം ചോറ് അങ്ങനെ എടുത്താലും മതി. ഇപ്പോൾ ഗ്രൈൻഡറിലായതുകൊണ്ടാണ് 3 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നെടുത്തത്. അപ്പോൾ നല്ല ക്രിസ്പി ദോശയും പുളിയും ഉപ്പും എരിവൊക്കെ ഉള്ളൊരു നല്ലൊരു ചമ്മന്തിയും പിന്നെ സാമ്പാർ, പിന്നെ ക്രിസ്പി ദോശ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും.